ഈ വീഡിയോയിൽ ഇറാൻ അമേരിക്ക നെഗോസിയേഷനെ കുറിച്ചുള്ള ഡെവലപ്മെൻറ്റ്സ് ആണ് നോക്കുന്നത്. പാകിസ്ഥാൻ ആദ്യമേ തന്നെ ഒരു പാറ്റേൺ, ഈ ചർച്ചയുടെ പാറ്റേൺ, ഒരു സൈഡിൽ ഇറാൻ, മറ്റൊരു സൈഡിൽ അമേരിക്ക, പിന്നെ പാകിസ്ഥാൻ, ആ രീതിയിലാണ് ഇതിൻ്റെ ഒരു പാറ്റേൺ സെറ്റ് ചെയ്തിരുന്നത്. പക്ഷേ ഇറാൻ നേരിട്ട് ചർച്ച നടത്താൻ പറ്റില്ല എന്ന് പറഞ്ഞതിനെ തുടർന്ന് പിന്നീട് ഇറാനിന് വേണ്ടി മാത്രം സെപ്പറേറ്റ് ഒരു മുറി ഒതുക്കുകയാണ് ചെയ്തത്. അപ്പോൾ എന്നിട്ട് ഇറാൻ്റെ അടുത്ത് പോയി സംസാരിക്കുക, പിന്നെ അതേപോലെ ഒമാൻ എന്താണ് ഫോളോ ചെയ്തത്, ആ പാറ്റേണാണ് ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ആദ്യമേ തന്നെ സ്ട്രേറ്റ് ഓഫ് ഹോർമൂസുമായിട്ട് ബന്ധപ്പെട്ട തർക്കമാണ് സ്ട്രേറ്റ് ഓഫ് ഹോർമൂസുമായിട്ട് ബന്ധപ്പെട്ട തർക്കമാണ് ആദ്യം ചർച്ചയ്ക്കെടുത്തത്. അപ്പോൾ അതിൽ ഈ മൈനുകൾ ഞങ്ങൾക്ക് തന്നെ റിമൂവ് ചെയ്യാൻ പറ്റത്തില്ല എന്ന് ഇറാൻ പറഞ്ഞതിനെ തുടർന്ന്, എന്നാൽ പിന്നെ ഞങ്ങൾ റിമൂവ് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് അമേരിക്ക ചർച്ച ഒരു സൈഡിൽ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ സ്ട്രേറ്റ് ഓഫ് ഹോർമൂസിലേക്ക് അവരുടെ ഡിസ്ട്രോയർ മറൈനുകളെ ഇറക്കിയിരിക്കുകയാണ്. അപ്പോൾ ഇതിന് IRGC ഒരു വാണിംഗ് കൊടുത്തിട്ടുണ്ട് ഇറാൻ്റെ ഉള്ളിൽ നിന്നും. അതായത് ഒരു സൈഡിൽ ചർച്ച നടക്കുമ്പോൾ നിങ്ങൾ ഇങ്ങനത്തെ പ്രവൃത്തികൾ ചെയ്യരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ ഈ മാപ്പിൽ കാണിക്കുന്ന ഈ പൊസിഷനിൽ ഇറാൻ്റെ ഡിസ്ട്രോയർ അവിടെ സ്റ്റേ ചെയ്യുകയാണ്. കാരണം അവിടെ സ്റ്റേ ഓവർ ചെയ്യുകയാണ്. കാരണം ഇപ്പം ഈ തർക്കം നടന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ, അതേപോലെ ഇപ്പുറത്തെ ചർച്ച പാകിസ്ഥാനിൽ തുടരുന്ന പശ്ചാത്തലത്തിൽ ഇങ്ങനെ ഒരു പ്രവൃത്തി ചെയ്യേണ്ടിയിരുന്നില്ല എന്നുള്ളതാണ് പൊതുവിലുള്ള അഭിപ്രായം. പക്ഷേ അമേരിക്ക ഞങ്ങൾ അത് എടുത്ത് മാറ്റുമെന്ന് നിർബന്ധമായി തന്നെ അത് എടുത്ത് മാറ്റാൻ വേണ്ടിയിട്ട് ഒരുങ്ങുകയാണ്. കാരണം ഇത് നിങ്ങളുടെ ഏരിയയല്ല, ഇത് ഒമാനുമായിട്ട് ചേർന്ന് കിടക്കുന്ന ഏരിയയാണ്. അപ്പോൾ ആ ഏരിയയിൽ മാറ്റുന്നതിൽ നിങ്ങൾക്ക് എന്താണ് പ്രശ്നം എന്നുള്ളൊരു ന്യായവാദം നിരത്തിക്കൊണ്ടാണ് അമേരിക്ക ഈ പ്രവൃത്തിയിലേക്ക് ഇറങ്ങിയിരിക്കുന്നത്. മറ്റേ സൈഡിൽ ഇറാനും അവരുടെ ഡിസ്ട്രോയറിനെ നിർത്തി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇവരുടെ നേവി കംപ്ലീറ്റ് ഞങ്ങൾ അടിച്ച് തകർത്തു എന്നൊക്കെ പറഞ്ഞിട്ട് പലതവണയായിട്ട് അമേരിക്ക പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. ഇറാന്റെ നേവൽ ഫോഴ്സ് കംപ്ലീറ്റ് ഞങ്ങൾ തകർത്തു, 178 ഷിപ്പുകൾ ഇറാൻ്റെത്, ചെറുതും വലുതുമായിട്ടുള്ള ഡിസ്ട്രോയറുകൾ, വലിയ രീതിയിലുള്ള കപ്പലുകൾ എല്ലാം തന്നെ ഞങ്ങൾ അടിച്ച് ഒതുക്കി കളഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടും ഇപ്പോഴും ഇറാന്റെ കയ്യിൽ ഡിസ്ട്രോയർ ഉണ്ട്. അതിൽ 2 ഇന്ത്യ സേഫ് ഗാർഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഒരെണ്ണം ശ്രീലങ്കയുടെ പോർട്ടിലും മറ്റൊന്ന് ഇന്ത്യയുടെ പോർട്ടിലും തന്നെ സേഫ് ഗാർഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി മറ്റെവിടെയെങ്കിലും ഇറാൻ ഇതേപോലെ സേഫ് ഗാർഡ് ചെയ്ത് വെച്ചിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല. അതേസമയം ഫൈറ്റർ ജെറ്റുകൾ, മഷാദ് എയർപോർട്ടിൽ കംപ്ലീറ്റ് ഫൈറ്റർ ജെറ്റുകളും ഞങ്ങൾ അടിച്ച് തകർത്തു എന്ന് പറഞ്ഞിട്ടുള്ള അവകാശവാദമായിരുന്നു ഇതുവരെ ഉണ്ടായിരുന്നത്. എന്നാൽ 3 എയർക്രാഫ്റ്റുകളിലാണ് ഇറാൻ പാകിസ്ഥാനിലേക്ക് എത്തിയത്. അപ്പോൾ അത് അവരെവിടെ ഒളിപ്പിച്ച് വെച്ചിരുന്നു എന്നുള്ളതിനെ കുറിച്ചുള്ള വിവരങ്ങളൊന്നുമില്ല. അപ്പം അതായത് ഇറാന് വേണ്ട രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ഇറാനിൽ ഉണ്ട് എന്നാണ് പൊതുവിൽ മനസ്സിലാക്കാൻ പറ്റുന്നത്. അവർ ഒരുപാട് നാൾ യുദ്ധം നടക്കുമെന്നുള്ള ഒരു മുന്നറിയിപ്പ് ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ ഇവർ പല കാര്യങ്ങളും രഹസ്യമായിട്ട് പല സ്ഥലങ്ങളിലും സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പൊതുവിൽ മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ അങ്ങനെ ടെൻസ്ഡ് മൊമെന്റിൽ തന്നെയാണ് ചർച്ച മുന്നോട്ട് പോകുന്നത്. പാകിസ്ഥാനാണ് ഇപ്പോൾ ഇതിനകത്ത് കിടന്ന് തല പോയിക്കുന്നത്. കാരണം വേറെ ഒന്നുമല്ല, ബോസ്, ഞങ്ങൾ എങ്ങനെയാണ് അമേരിക്കയുമായിട്ട് ചർച്ച നടത്തുന്നത്? അവർ ഞങ്ങളുടെ കുട്ടികളെ വരെ കൊലപ്പെടുത്തിയ ആൾക്കാരാണ്, ഞങ്ങളുടെ സുപ്രീം ലീഡറിനെ വരെ വധിച്ച ആൾക്കാരാണ്, അതേപോലെ തന്നെ IRGCയിൽപ്പെട്ട പല സുപ്രധാന നേതാക്കളെയും വധിച്ച ആൾക്കാരാണ്. അവരുമായിട്ട് ഞങ്ങൾക്ക് നേരിട്ട് ചർച്ച നടത്താൻ സാധിക്കില്ല ഒരിക്കലും എന്നാണ് ഇറാനിയൻ ഡെലിഗേറ്റ്സ് പറഞ്ഞിട്ട് സെപ്പറേറ്റ് മുറിയിൽ നിന്ന് പാകിസ്ഥാനെ വെച്ച് ഈ മീഡിയേഷൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ ഫൈനലായിട്ട് തിങ്കളാഴ്ചയ്ക്ക് മുമ്പായിട്ട് ഒരു ഡയറക്റ്റ് ചർച്ച നടക്കുമോ എന്നുള്ള പ്രതീക്ഷയിലാണ് ശരിക്കും JD വാൻസും ടീമും. പക്ഷെ അത് നടക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഡൗട്ട്ഫുൾ ആണ്. ഇപ്പോഴും അത് ഡൗട്ട്ഫുൾ ആണ്. പലരും പ്രതീക്ഷിക്കുന്നുണ്ട്, പക്ഷേ നടക്കുമോ എന്നുള്ളത് വളരെ വളരെ ഡൗട്ട്ഫുൾ ആണ്. കാരണം ഇവിടെ പ്രധാനപ്പെട്ട വിഷയമായിട്ട് ഇസ്രായേൽ മാറിയിരിക്കുകയാണ്. ഇസ്രായേലിനെ മെയിൻ പോയിന്റിൽ കൊണ്ടുവന്നിട്ടാണ് ഇറാൻ ഈ ചർച്ച മുന്നോട്ട് നയിക്കുന്നത്. ഇസ്രായേൽ ഇവിടെ മാത്രമല്ല, ഇവിടെ ലെബനനിൽ ഇസ്രായേൽ ഇറാനെതിരെ മാത്രമല്ല, ലെബനനിലുള്ള ഹെസ്ബുള്ളക്കെതിരെയും ഒന്നും ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് ഇറാന്റെ നിർദ്ദേശം. പക്ഷെ അത് അമേരിക്ക ഈ മൊമെന്റ് വരെ അത് ഞങ്ങളെ കൊണ്ട് സാധിക്കില്ല, അത് ഇസ്രായേലുമായിട്ട് ബന്ധപ്പെട്ട വിഷയമാണ്, അതിൽ അമേരിക്കയ്ക്ക് ഒന്നും തന്നെ ചെയ്യാനില്ല, ഞങ്ങൾക്ക് അതിൽ സ്റ്റേക്ക് ഇല്ല എന്നാണ് അമേരിക്ക വീണ്ടും ആവർത്തിച്ച് പറയുന്നത്. ഇതുവരെ ന്യൂക്ലിയർ എൻറിച്ച്മെന്റുമായിട്ട് ബന്ധപ്പെട്ട വിഷയം ചർച്ചയ്ക്കെടുക്കാനേ കഴിഞ്ഞിട്ടില്ല. അതാണ് സംഭവം. ഇപ്പോൾ സ്ട്രേറ്റ് ഓഫ് ഹോർമൂസ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് അമേരിക്ക ചർച്ച നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരു സൈഡിൽ സ്ട്രേറ്റ് ഓഫ് ഹോർമൂസ് ഞങ്ങൾക്ക് ആവശ്യമേ ഇല്ല എന്ന് പറയുന്ന അമേരിക്ക, മറ്റൊരു സൈഡിൽ അതേ അമേരിക്ക തന്നെ സ്ട്രേറ്റ് ഓഫ് ഹോർമൂസിന് വേണ്ടിയിട്ട് നിലപാടുകൾ വളരെ ശക്തമായി തന്നെ എടുക്കുന്നുണ്ട്. ഇപ്പം ഇത് ഒരുപക്ഷെ അമേരിക്ക മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾക്ക് വേണ്ടിയിട്ട് വാദിക്കുന്ന ഒരു ഏരിയ ആയിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതായത് മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾക്ക് പകരം മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളുടെ വോയിസ് ആയിട്ട് മാറുന്ന അമേരിക്കയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. അതായത് സൗദി അറേബ്യ കഴിഞ്ഞ 2-3 ദിവസം കൊണ്ട് പാകിസ്ഥാൻ്റെ അടുത്ത് ഞങ്ങൾക്ക് തരാനുള്ള 6.5 ബില്യൺ കടം എത്രയും വേഗം തരണം എന്ന് പറഞ്ഞിട്ട് പാകിസ്ഥാനെ കഴുത്തിന് പിടിച്ചിരിക്കുകയാണ്. അതിന് പ്രധാനപ്പെട്ട കാരണം ഞാൻ പറഞ്ഞല്ലോ. ഒന്നാമത്, പാകിസ്ഥാൻ സൗദി അറേബ്യയ്ക്ക് ഒരു സോളിഡാരിറ്റി പോലും പ്രഖ്യാപിച്ചിട്ടില്ല. ഇറാൻ സൗദി അറേബ്യയ്ക്കുള്ളിൽ നിരവധി സ്ഥലങ്ങളിൽ ആക്രമണങ്ങൾ നടത്തിയപ്പോഴത്തേക്കും പാകിസ്ഥാൻ മിണ്ടിയില്ല.
പിന്നെ ആരൊക്കെയോ ഇവിടെ വാർത്തകളൊക്കെ പറയുന്നുണ്ട് പാകിസ്ഥാൻ ഭയങ്കരമായിട്ടുള്ള ഡോമിനേഷനാണ്, അപ്പർ ഹാൻഡാണ്, ചരിത്രത്തിൽ ഇതുവരെ കിട്ടാത്ത ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. യെസ്, ചരിത്രത്തിൽ ഇതുവരെ കിട്ടാത്ത ഓപ്പർച്യൂണിറ്റി തന്നെയാണ്. പക്ഷേ അമേരിക്കയ്ക്ക് ഇത് നിരന്തരം പല രാജ്യങ്ങളുമായിട്ട് ഇത് പല രാജ്യങ്ങളെ വെച്ച് അമേരിക്ക നിരന്തരമായിട്ട് ഇതേപോലത്തെ മീഡിയേഷൻ പല രാജ്യങ്ങളെ വെച്ച് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന രാജ്യമാണ്. അപ്പൊ അതിലൊരു രാജ്യം മാത്രമാണ് പാകിസ്ഥാൻ. പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അമേരിക്ക ഒരു രീതിയിലുള്ള പ്രിവിലേജും കൊടുക്കാൻ പോകുന്നില്ല. പാകിസ്ഥാന്റെ അവസ്ഥ എന്നും ഇങ്ങനെ തന്നെ ആയിരിക്കും, അതിൽ യാതൊരു മാറ്റമില്ല. മറിച്ച് ഇന്ത്യയെ കമ്പയർ ചെയ്യേണ്ടത് അങ്ങനെയല്ല. ഒരു യുദ്ധമോ യുദ്ധത്തിന് മീഡിയേഷൻ വഹിക്കുക എന്നുള്ളതോ അല്ല ഇതിനകത്ത് വലിയ കാര്യം. കാരണം ഇവിടെ വ്യാപാരം, കമോഡിറ്റി, അതിന് വളരെയധികം പ്രാധാന്യമുണ്ട്. ഇന്ത്യയുടെ GDP, ഇന്ത്യയുടെ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള കാഴ്ചപ്പാടുകൾ, ഇന്ത്യയിൽ ഇൻവെസ്റ്റ്മെന്റ് ചെയ്തു കഴിഞ്ഞാൽ ഉണ്ടാകാൻ പോകുന്ന വളർച്ച, ഇന്ത്യ ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം, ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്ന ആൾക്കാർക്ക് ഒരു രാജ്യം അഗ്രസീവായിട്ട് ബിസിനസ് ചെയ്യുകയും വളരെ സമാധാനപൂർവ്വം പ്രശ്നങ്ങളെ സമീപിക്കുകയും ചെയ്യുന്ന രാജ്യങ്ങളെയാണ് ഇൻവെസ്റ്റേഴ്സ് ഏറ്റവും കൂടുതൽ താല്പര്യപ്പെടുന്നത്. അങ്ങനെ ഒരു രാജ്യമാണ് ഇന്ത്യ. അല്ലാതെ ആദികൾ തലങ്ങും വിലങ്ങും അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു രാജ്യത്തിന്റെ ഉള്ളിൽ പോയി ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാൻ ആരെങ്കിലും താല്പര്യപ്പെടുവോ? ഒരിക്കലുമില്ല. ഇനിയിപ്പോ ഈ സമാധാന ചർച്ച ഇല്ലെങ്കിൽ ഇറാൻ അമേരിക്ക കോൺഫ്ലിക്റ്റ് വളരെ വിജയകരമായി തന്നെ പാകിസ്ഥാൻ പരിഹരിച്ചു എന്ന് തന്നെ വെച്ചോ. എന്നാൽ പാകിസ്ഥാന്റെ ഡെമോഗ്രഫിയിൽ എന്തെങ്കിലും മാറ്റം വരാൻ പോകുന്നു? പാകിസ്ഥാന്റെ ബലൂച്ച് ഇഷ്യൂവിനൊരു സൊല്യൂഷൻ കിട്ടാൻ പോകുന്നു? ഇല്ലെങ്കിൽ പാകിസ്ഥാന്റെ തെഹ്രീക്ക് താലിബാനികൾക്ക് ഒരു സൊല്യൂഷൻ ആവാൻ പോകുന്നു ഇത്? ഇല്ലെങ്കിൽ ഖൈബർ പഖ്തൂൺവ എന്ന് പറഞ്ഞ മേഖല സെപ്പറേറ്റ് ആയിട്ട് അവർ ചോദിക്കുന്നുണ്ട്, അത് വേണ്ടാന്ന് പറയുമോ? ഇതൊന്നും മാറാൻ പോകുന്നില്ല. ബോർഡറിന്റെ അപ്പുറത്ത് കിടക്കുന്ന അഫ്ഗാനിസ്ഥാനികൾ പ്രശ്നമില്ല എന്ന് പറയുമോ? ദുരന്ത് ലൈൻ ഓക്കെ ആണെന്ന് പറഞ്ഞുകൊണ്ട് അഫ്ഗാനിസ്ഥാൻ എഴുതി കൊടുക്കുമോ? അപ്പം നിലവിൽ അവിടെ നിലനിൽക്കുന്ന പ്രശ്നങ്ങൾ അങ്ങനെ തന്നെ നിലനിൽക്കും. പാകിസ്ഥാനെ ഇപ്പോൾ ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട്, അതായത് ട്രംപിന് വേറെ ഒരു രാജ്യം കിട്ടിയിട്ടില്ല. ഇപ്പൊ ട്രംപ് ഇന്ത്യൻ പ്രധാനമന്ത്രിയെ വിളിച്ചിട്ട് ഇതേ മാതൃകയിൽ ട്വീറ്റ് കോപ്പി ചെയ്ത് കൊടുക്കാൻ, ഇതേ മാതൃകയിൽ ട്രൂത്ത് സോഷ്യൽ മീഡിയ പോസ്റ്റിൽ ട്രംപ് എഴുതുന്ന അതേ സാധനം ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് കോപ്പി ചെയ്ത് കൊടുക്കാനും, ഇന്ത്യൻ പ്രധാനമന്ത്രിയെ വിളിച്ചിട്ട് ഇതെടുത്ത് പോസ്റ്റ് ചെയ്യുമെന്ന് പറയാനും ഉള്ള സൗകര്യം അമേരിക്കയ്ക്കില്ല ഇന്ത്യയുടെ അടുത്ത്. ഇന്ത്യ അമ്മാതിരിയുള്ള പ്രവൃത്തികൾ ചെയ്യുന്ന രാജ്യമല്ല. അത് ട്രംപിന് നന്നായിട്ട് അറിയാം. ഇറാനുമായിട്ടുള്ള ബന്ധം എന്താണെന്നും അമേരിക്കയുമായിട്ടുള്ള ബന്ധം എന്താണെന്നും ഇന്ത്യക്ക് നന്നായിട്ട് അറിയാം. അപ്പൊ അതുകൊണ്ട് ഇന്ത്യ എവിടെയാണോ നിൽക്കേണ്ടത് അവിടെയാണ് ഇന്ത്യയുടെ ഫോറിൻ പോളിസി പൊസിഷൻ ചെയ്തിരിക്കുന്നത്. അല്ലാതെ ഇല്ലെങ്കിൽ പാകിസ്ഥാനിന് ഇങ്ങനെ ഒരു അവസരം കിട്ടുമ്പോൾ അത് ഇന്ത്യക്ക് കിട്ടിയാൽ കൊള്ളാമായിരുന്നു എന്നുള്ള തരത്തിലുള്ള മാനസികാവസ്ഥയുള്ള ഇന്ത്യൻ പ്രേമികളൊക്കെ ഉണ്ടാവാം. പക്ഷെ അതൊക്കെ വെറും പൊള്ളയായിട്ടുള്ള യാഥാർത്ഥ്യങ്ങളാണ്. അതാണ് മനസ്സിലാക്കേണ്ടത്. നമ്മൾക്ക് അങ്ങനത്തെ ഓപ്പർച്യൂണിറ്റിയുടെ ആവശ്യമില്ല. നമ്മളുടെ ഫോറിൻ പോളിസി അങ്ങനെ ഓപ്പൺ അല്ല. അതാണ് മനസ്സിലാക്കേണ്ടത്. ഓപ്പൺ ഫോറിൻ പോളിസിയുള്ള പല ആൾക്കാരും ഉണ്ടാവും, പക്ഷെ ഇന്ത്യക്ക് അത് സാധ്യമല്ല. അതിനൊരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. കശ്മീരിൽ ഡൊണാൾഡ് ട്രംപ് പലതവണ ആവർത്തിച്ച് ഞാൻ മീഡിയേറ്റ് ചെയ്യാമെന്ന് പറഞ്ഞ് ചോദിച്ചപ്പോഴത്തേക്കും ഇന്ത്യ അതിനെ തടഞ്ഞിരുന്നു. അതുപോലെ തന്നെ ഇന്ത്യ പാകിസ്ഥാൻ ഓപ്പറേഷൻ സിന്ദൂറിൽ ഞാനാണ് ഇടപെട്ട് യുദ്ധം നിർത്തിയത് എന്ന് പറഞ്ഞിട്ട് ഡൊണാൾഡ് ട്രംപ് ആവർത്തിച്ച് പറയുമ്പോഴും ഇന്ത്യൻ പാർലമെന്റിൽ ഇന്ത്യൻ ഗവൺമെന്റ് കൃത്യമായി രേഖപ്പെടുത്തിയത് അമേരിക്കയുടെ ഇടപെടലില്ല എന്നാണ്. അപ്പൊ അങ്ങനെ ഒരു ഇന്റർവ്യൂവിൻ താല്പര്യപ്പെടാത്ത രാജ്യം അങ്ങനത്തെ ഫോറിൻ പോളിസി കൊണ്ടുപോകുന്ന ഇന്ത്യ എങ്ങനെയാണ് അമേരിക്ക എന്ന് പറഞ്ഞ രാജ്യത്തിന് വേണ്ടിയിട്ട് മീഡിയേഷന് പോവുക? ഒരിക്കലും പറ്റില്ല. ഇങ്ങനെ ഡിപ്ലോമാറ്റിക് റിലേഷൻസിനെ കുറിച്ചുള്ള ചില തെറ്റിദ്ധാരണകൾ ഇവിടെ ആൾക്കാർ അടിച്ചിറക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് അതൊരു സൈഡിൽ ഞാനിപ്പോൾ ഇതിനകത്ത് പറഞ്ഞു പോയെന്നേ ഉള്ളൂ. കാരണം റോങ് ഇന്റർപ്രിട്ടേഷൻസ് അതാണ് ഏറ്റവും കൂടുതൽ ഇന്ന് മാധ്യമങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പൊ അതുകൊണ്ട് ഞാനതൊന്ന് കറക്റ്റ് ചെയ്ത് പോയെന്നേ ഉള്ളൂ. അപ്പൊ നമ്മൾ നേരെ പാകിസ്ഥാനുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ സൗദി അറേബ്യ ഈ 6.5 ബില്യൺ ഇമീഡിയറ്റ് ആയിട്ട് ആ കടം പാകിസ്ഥാൻ ഞങ്ങൾക്ക് തിരികെ തരണമെന്ന് ആവശ്യപ്പെട്ടതിന്റെ കാരണം വേറെ ഒന്നുമില്ല. ഇതാണ് വിഷയം. ഇറാനെ കണ്ടംപ്റ്റ് ചെയ്തുകൊണ്ട് സൗദി അറേബ്യക്ക് സോളിഡാരിറ്റി പ്രഖ്യാപിച്ചിട്ടില്ല. UAE ഒരു സൈഡിൽ $3.5 ബില്യൺ കടം തിരികെ ചോദിക്കുന്നുണ്ട്, അത് വേറെ വിഷയം. പക്ഷേ സൗദി അറേബ്യ ഇത് വളരെ സ്ട്രിക്റ്റ് ആയിട്ട് തന്നെ, വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ ആവശ്യപ്പെട്ടു. UAE മോക്ക് ചെയ്ത പാകിസ്ഥാന് സൗദി അറേബ്യയെ അതേപോലെ മോക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇറാൻ അമേരിക്ക മീഡിയേഷൻ ഒരു സൈഡിൽ പാകിസ്ഥാനിൽ നടക്കുന്ന അതേ സാഹചര്യത്തിൽ മറ്റൊരു ചർച്ച സൗദി അറേബ്യയിൽ നടക്കുന്നുണ്ടായിരുന്നു. അതും പാകിസ്ഥാൻ റെപ്രസെന്റേറ്റീവ്സ് അവിടെ പോയിട്ടുണ്ടായിരുന്നു. അവർ മീഡിയേറ്റ് ചെയ്തിട്ടും സൗദി വിട്ടുകൊടുത്തില്ല മീൻസ് നിങ്ങൾ 6.5 ബില്യൺ തരിക, ഇല്ലാന്നുണ്ടെങ്കിൽ അതുവരെ ഏതെങ്കിലും തരത്തിൽ ഒരു ഗ്യാരണ്ടി ഉറപ്പുവരുത്തുക. അതായത് ഹോട്ടലിൽ കയറിയിട്ട് ഭക്ഷണം കഴിച്ചിട്ട് പൈസ ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? മാവാട്ടുന്ന ഒരു പണ്ടത്തെ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നല്ലോ, അതേ മാതൃകയിൽ തന്നെയാണ് കാര്യം. അപ്പൊ സൗദി അറേബ്യ പറഞ്ഞത് അതിന് വേണ്ടിയിട്ടുള്ള ഗ്യാരണ്ടി, നിങ്ങളുടെ കയ്യിൽ എന്താണ് വാച്ച് എന്തെങ്കിലും ഉണ്ടോ? അപ്പൊ വിലപിടിപ്പുള്ള വാച്ചൊന്നുമില്ല. അപ്പൊ അതുകൊണ്ട് 6.5 ബില്യന്റെ വാച്ചൊക്കെ എങ്ങനെയാണ് ഇപ്പം പാകിസ്ഥാനികളുടെ കയ്യിലുണ്ടാവുക? അപ്പൊ അതുകൊണ്ട് അവർ തന്നെ ഈ മിലിറ്ററി എയ്ഡിൽ നിന്നും കിട്ടുന്ന പൈസയിലാണ് അവർ ജീവിക്കുന്നത്. പാകിസ്ഥാന്റെ സർക്കാർ ഉദ്യോഗസ്ഥർ അല്ലെങ്കിൽ IMFന്റെ ലോണോ വേൾഡ് ബാങ്കിന്റെ ലോണോ ഒക്കെ എടുത്തിട്ടാണ് അവർ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ സാഹചര്യത്തിൽ സൗദി ആവശ്യപ്പെട്ടു, ഓക്കെ നിനക്കും വേണ്ട എനിക്കും വേണ്ട, ഒരു ഡീൽ സൗദി പ്രപ്പോസ് ചെയ്യും, നീ അത് നടപ്പിലാക്കുക.
എന്താണ് പ്രപ്പോസൽ? എന്തായാലും നിനക്കും എനിക്കും തമ്മിൽ ഡിഫൻസ് പാക്ട് ഉണ്ട്. അപ്പോൾ അതിന്റെ പേരിൽ കുറച്ച് പാകിസ്ഥാന്റെ ഡിഫൻസ് ഐറ്റംസ് സൗദി അറേബ്യയിൽ കൊണ്ടുവെക്കുക, പണയം വെക്കുക. എന്നാണോ നിനക്ക് പൈസ അടയ്ക്കാൻ പറ്റുന്നത് അന്ന് അടച്ചിട്ട് നീ തിരിച്ചെടുത്തോ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഇത് മാധ്യമങ്ങളിലൊക്കെ എഴുതിയിരിക്കുന്നത് പാകിസ്ഥാനും സൗദി അറേബ്യയും തമ്മിൽ നടന്ന ഡിഫൻസ് ഡീലിൽ ആ ഒരു കരാർ നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ പാകിസ്ഥാൻ മിലിറ്ററി ഡിപ്ലോയ്മെന്റ് സൗദിയിൽ നടത്തിയിരിക്കുകയാണ് എന്നാണ് എഴുതി പിടിപ്പിച്ചിരിക്കുന്നത്. പക്ഷേ ഇത് ശുദ്ധ വിഡ്ഢിത്തരമാണ്. ഇറാൻ ഇപ്പൊ ആക്രമണങ്ങൾ നടത്തുന്നില്ല. ആക്രമണം നടത്തിയിരുന്ന സമയത്ത് പാകിസ്ഥാൻ ഈ സഹകരണം അങ്ങോട്ട് കാണിച്ചിട്ടുമില്ല. അപ്പൊ പിന്നെ ഇതെന്താണ്? ഇതിന്റെ കൃത്യമായിട്ടുള്ള റീസൺ, കടത്തിന് വേണ്ടിയിട്ട് പണയ വസ്തുവായിട്ട് പാകിസ്ഥാന്റെ കുറച്ച് സാധനങ്ങൾ അങ്ങോട്ട് കൊണ്ട് വെച്ചിട്ടുണ്ട്. അത് ഞാൻ ലിസ്റ്റ് ഔട്ട് ചെയ്യാം. JF-17 എത്ര എണ്ണം എന്ന് പറഞ്ഞിട്ടില്ല. JF-17 കുറച്ച് അങ്ങോട്ട് കൊണ്ട് വെച്ചിട്ടുണ്ട്. അതേപോലെ J-10C കാറ്റഗറിയിൽ വരുന്ന ഫൈറ്റർ ജെറ്റ് സൗദി അറേബ്യയിൽ കൊണ്ട് പണയം വെച്ചിട്ടുണ്ട്. അതുപോലെ F-16 ഫാൽക്കൺ, C-130 ഹെർക്കുലസ് കാറ്റഗറിയിൽ പെട്ട എയർക്രാഫ്റ്റ് അവിടെ കൊണ്ട് വെച്ചിട്ടുണ്ട്. അതേപോലെ ZDK-03 എന്ന് പറഞ്ഞ സാധനം അവിടെ കൊണ്ട് വെച്ചിട്ടുണ്ട്. സാബ് 2000 എന്ന് പറഞ്ഞ് വിളിക്കുന്ന എയർബോൺ ത്രെട്ടുകളെ മോണിറ്റർ ചെയ്യാൻ പറ്റുന്ന എയർ-ഐ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. ആ സാധനവും അവിടെ കൊണ്ട് വെച്ചിട്ടുണ്ട് സൗദി അറേബ്യയിൽ. IC-78 കാറ്റഗറിയിൽ വരുന്ന ഏരിയൽ റീഫ്യൂവലിംഗ് എയർക്രാഫ്റ്റ്, ഈ സാധനം അവിടെ കൊണ്ട് വെച്ചിട്ടുണ്ട്. ഇത്രയും സാധനങ്ങളും തൽക്കാലം അവിടെ കൊണ്ട് പണയം വെച്ചിരിക്കുകയാണ്. ഇത് 6.5 ബില്യൺ വർത്ത് വരുമോ എന്ന് നമുക്ക് അറിയില്ല. കാരണം ഇത് പഴയ ഐറ്റംസ് ആണ്, മീൻസ് ഇത് യൂസ്ഡ് ഐറ്റംസ് ആണ്, അല്ലാതെ ഫ്രഷ് ഐറ്റംസ് അല്ല. അപ്പം അതുകൊണ്ട് തന്നെ സൗദി പറഞ്ഞിരിക്കുന്നത് തൽക്കാലം ഈ സാധനങ്ങൾ ഇവിടെ ഇരിക്കട്ടെ, നീ പൈസ കൊണ്ട് തന്നിട്ട് ഒരു ചെറിയൊരു ഉറപ്പിന് വേണ്ടിയിട്ട് നീ പൈസ കൊണ്ട് തന്നിട്ട് എടുത്തുകൊണ്ട് പോയാൽ മതി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം വേറെ ഒന്നുമില്ല, നീ ഒന്നും പൈസ ഒരു കാലത്തും അടയ്ക്കാൻ പോകുന്നില്ല എന്ന് എനിക്ക് നന്നായിട്ട് മനസ്സിലായി. അപ്പം അതുകൊണ്ട് ഞാനിപ്പോൾ തൽക്കാലം പണം എടുക്കുന്ന രീതിയിലായിരിക്കുകയാണ്. നീ ആ സാധനങ്ങളെല്ലാം കൊണ്ട് ഇവിടെ വെച്ചിട്ട് നീ പൊയ്ക്കോളൂ, പൈസ കിട്ടുമ്പോൾ കൊണ്ട് തന്നിട്ട് എടുത്തുകൊണ്ട് പോയിക്കോ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മൊജിതാബ ഖൊമനിയെ കുറിച്ച് റോയിട്ടേഴ്സ് ഒരു വാർത്ത പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അതായത് മുഖത്ത് പരിക്കേറ്റിട്ടുണ്ട്. അപ്പോൾ മുഖത്ത് പരിക്കേറ്റത് കൊണ്ടാണ് മൊജിതാബ ഖൊമനിയെ പുറത്തു വരാതിരിക്കുന്നത് എന്നുള്ളൊരു വാർത്ത. റോയിട്ടേഴ്സ് ആയതുകൊണ്ട് തന്നെ നമുക്കൊന്നും തന്നെ വിശ്വസിക്കാൻ കഴിയില്ല. അവർ ഏത് തരത്തിലുള്ള പ്രൊപ്പഗണ്ടയും അടിച്ചിറക്കും. ഇതേ ഇറാനിൽ നിന്നും $4 മില്യൺ ഈ റോയിട്ടേഴ്സ് ഫണ്ട് സ്വീകരിച്ചിട്ടുണ്ട്. അതിന്റെ വാർത്ത നമ്മൾ ഡോഡ്ജിന്റെ വാർത്ത ചെയ്ത സമയത്ത് എലോൺ മസ്ക് ലീഡ് ചെയ്തിരുന്ന ഡോഡ്ജ് എന്ന് പറഞ്ഞൊരു സംവിധാനത്തിന്റെ കീഴിൽ പ്രസിദ്ധീകരിച്ചിരുന്ന ഡേറ്റയിൽ ഈ റെക്കോർഡ് വന്നിട്ടുണ്ടായിരുന്നു. ഇറാനിൽ നിന്നും റോയിട്ടേഴ്സ് എന്ന് പറഞ്ഞ ഒരു മാധ്യമം 4 മില്യൺ എന്ന് പറഞ്ഞ ഒരു ഫണ്ട്, 4 മില്യൺ കണക്കിൽപ്പെടാത്ത ഫണ്ട് സ്വീകരിച്ചിട്ടുണ്ടെന്നുള്ള വാർത്ത അന്ന് വന്നിട്ടുണ്ടായിരുന്നു. ഇറാൻ ആണെന്നുണ്ടെങ്കിൽ ലെബനാനെ കൈയൊഴിയാൻ പറ്റാത്ത സാഹചര്യത്തിലേക്ക് മാറിയിരിക്കുകയാണ്. കാരണം ഹെസ്ബുള്ളയെ ഒഴിവാക്കിക്കൊണ്ട് ഇറാന് മാത്രം തനിച്ചൊരു സീസ് ഫയർ അത് സാധ്യമല്ല എന്നുള്ളതാണ് ഇറാന്റെ നിലപാട്. കാരണം വേറെ ഒന്നുമില്ല, ഇറാന് മേളിൽ അമേരിക്കയും ഇസ്രായേലും ആക്രമണം നടത്തിയപ്പോൾ ലെബനാനിലുള്ള ഹെസ്ബുള്ളകൾ മാത്രമാണ് ഇറാനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഇസ്രായേലിന്റെ മേളിൽ ശക്തമായിട്ടുള്ള ആക്രമണങ്ങൾ തുടർന്നിരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്ക് ഹെസ്ബുള്ളകളെ സപ്പോർട്ട് ചെയ്യാതെ ഇറാന്റെ കാര്യം മാത്രം നോക്കിക്കൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല. അതുകൊണ്ടാണ് അവർ ഹെസ്ബുള്ള എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഹെസ്ബുള്ളയെ ഇസ്രായേൽ തലങ്ങും വിലങ്ങും ഇട്ട് അടിക്കുക. എത്രത്തോളം ഇറാൻ അമേരിക്ക ചർച്ച നടന്നാലും വരുന്ന ചൊവ്വാഴ്ച വരെ ഈ ചർച്ചയിൽ ഒരു തീരുമാനം ഉണ്ടാവില്ല. ചൊവ്വാഴ്ചയാണ് ലെബനാനുമായിട്ടൊരു ചർച്ച ഇസ്രായേൽ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഇസ്രായേൽ പ്ലാൻ ചെയ്തിരിക്കുന്നു പറഞ്ഞാൽ അമേരിക്കയ്ക്ക് ഒത്ത രീതിയിൽ ഇസ്രായേലിനുള്ളിൽ തീരുമാനങ്ങൾ എടുക്കാൻ പറ്റില്ല, പ്രത്യേകിച്ച് ഹെസ്ബുള്ളയുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ. കാരണം അതിലുള്ള സെറ്റിൽമെന്റുകളെ ബാധിക്കുന്ന വിഷയമാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് വളരെ ക്രൂഷ്യലായിട്ട് ഹാൻഡിൽ ചെയ്യേണ്ട ഒരു വിഷയമാണ്. അതുകൊണ്ട് നെതന്യാഹുവിന് ട്രംപിന് വേണ്ടിയിട്ട് ഓക്കെ പറയാൻ പറ്റില്ല. വേണമെങ്കിൽ ആക്രമണങ്ങളൊന്നും ഒരു പരിധി വരെ കുറച്ച് നിർത്താം, ലിമിറ്റ് ചെയ്യാം. അല്ലാതെ അതിൽ കൂടുതൽ ഹെസ്ബുള്ളകൾക്കെതിരെ ആക്രമണം നടത്തുന്നില്ല എന്ന് പറയാൻ പറ്റില്ല. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നെതന്യാഹുവിന് വൻ തിരിച്ചടിയാവും ഇസ്രായേലിന്റെ ഉള്ളിൽ. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ആക്രമണത്തിന്റെ ശൈലി ഒന്ന് മാറ്റി പിടിക്കാനുള്ള സാധ്യതയുണ്ട്. അതല്ലാതെ ഒരു രീതിയിലും ഇസ്രായേൽ ഹെസ്ബുള്ളയുമായിട്ടൊരു കോംപ്രമൈസ് അല്ലെങ്കിൽ ഹെസ്ബുള്ളയ്ക്ക് മേളിൽ ഇനി ആക്രമണങ്ങൾ നടത്തുന്നില്ല എന്നൊന്നും പറയാൻ കഴിയില്ല. ഇതാണ് നിലവിലെ സാഹചര്യം. ഇറാൻ ആണെന്നുണ്ടെങ്കിൽ ഹെസ്ബുള്ളയ്ക്ക് മേളിലുള്ള ആക്രമണം നിർത്താതെ ഈ ചർച്ച മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല എന്നുള്ളതാണ് ഇറാന്റെ നിലപാട്. ഇപ്പൊ ഇതിന്റെ ഇടയിൽപ്പെട്ട് തല പോയിക്കുന്നത് പാകിസ്ഥാനാണ്. Well, good morning everybody, and let me say a couple of notes of appreciation. First of all, to the Prime Minister of Pakistan and to Field Marshal Munir, who were both incredible hosts. And whatever shortcomings in the negotiation, it wasn't because of the Pakistanis, who did an amazing job and really tried to help us and the Iranians bridge the gap and get to a deal. We have been at it now for 21 hours, and we've had a number of substantive discussions with the Iranians. That's the good news. The bad news is that we have not reached an agreement,
And I think that's bad news for Iran much more than it's bad news for the United States of America. So we go back to the United States having not come to an agreement. We've made very clear what our red lines are, what things we're willing to accommodate them on, and what things we're not willing to accommodate them on. And we've made that as clear as we possibly could, and they have chosen not to accept our terms. Questions? ചർച്ച അടപടലം പൊളിഞ്ഞിരിക്കുകയാണ്. ന്യൂക്ലിയർ എൻറിച്ച്മെന്റ് തന്നെയാണ് പ്രധാനപ്പെട്ട വിഷയം. JD വാൻസും അടുത്ത് അമേരിക്കയിലേക്ക് മടങ്ങാണ്. Well, I won't go into all the details. I don't want to negotiate in public after we negotiated for 21 hours in private. But the simple fact is that we need to see an affirmative commitment that they will not seek a nuclear weapon, and they will not seek the tools that would enable them to quickly achieve a nuclear weapon. That is the core goal of the President of the United States, and that's what we've tried to achieve through വളരെ വ്യക്തമായിട്ടുള്ള മറുപടിയാണ് JD വാൻസ് കൊടുക്കുന്നത്. കൺഫേം ആയിട്ടുള്ള അവരുടെ സൈഡിൽ നിന്നുള്ള ഉറപ്പ് വേണം. ന്യൂക്ലിയർ എൻറിച്ച്മെന്റ് ഞങ്ങൾ ചെയ്യില്ല എന്നുള്ള ഉറപ്പ്. അത് ഇതുവരെ ഇറാന് കൊടുക്കാൻ സാധിച്ചിട്ടില്ല. For the Iranians not to develop a nuclear weapon, not just now, not just 2 years from now, but for the long term. We haven't seen that yet. We hope that we will. Jen. Was there a framework on anything? And also, did the Iranian frozen assets come up, and did you reach any conclusions on those frozen assets? We talked about all those issues, Jen, and we talked about a number of issues beyond that. And so certainly those things came up. But again, we just could not get to a situation where the Iranians were willing to accept our terms. I think that we were quite flexible. We were quite accommodating. The president told us, you need to come here in good faith and make your best effort to get a deal. We did that. And unfortunately, we weren't able to make any headway. Preston. Mr. Vice President, how often did you communicate with President Trump throughout the negotiations? There were reports that there were multiple rounds where there were breaks in between negotiations. How often did you communicate with the president throughout those rounds, and what was he saying as you were going through these negotiations that you said fell short? Yeah, obviously we were talking to the president consistently. I don't know how many times we talked to him, a half dozen times, a dozen times over the past 21 hours. We obviously also talked to Admiral Cooper, to Pete, to Marco, to the entire national security team. We talked to Scott Bessent a number of times. So look, we were constantly in communication with the team because we were negotiating in good faith. And we leave here with a very simple proposal, a method of understanding that is our final and best offer. We'll see if the Iranians accept it. Thank you. Did you go back to Prime Minister Netanyahu at all today? What about the Strait of Hormuz? ഖത്തർ 100 ടണ്ണിന്റെ സഹായം, ചാരിറ്റി വകുപ്പിൽ വരുന്ന സഹായം ലെബനനിലേക്ക് അയച്ചിട്ടുണ്ട്. അതേപോലെ ഇറാനിലേക്ക് ഇന്ത്യ 100 ടൺ ചാരിറ്റി ഐറ്റംസ് അയച്ചു കൊടുത്തിട്ടുണ്ട് ഇറാനിലേക്ക്. ഇറാൻ അതിന് നന്ദിയും പറഞ്ഞിട്ടുണ്ട്. ഇസ്രായേൽ അടിച്ച് പൊട്ടിച്ച പാലങ്ങളൊക്കെ ഞങ്ങൾ യുദ്ധകാല അടിസ്ഥാനത്തിൽ റീബിൽഡ് ചെയ്യുമെന്നുള്ള വാശിയിലാണ് ഇറാൻ. അപ്പോൾ അതുകൊണ്ട് പാലത്തിൻ്റെ സ്ട്രെങ്ത് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതായത് ഈ ആക്രമണത്തിൽ ആ പാലത്തിന്റെ സ്റ്റെബിലിറ്റിക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്നുള്ളതൊക്കെ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. പരിശോധിച്ചിട്ട് അറ്റകുറ്റപ്പണികളിലൂടെ റെക്ടിഫൈ ചെയ്യാൻ പറ്റുന്ന ബ്രിഡ്ജുകളൊക്കെ ഉടനെ തന്നെ ഞങ്ങൾ റീബിൽഡ് ചെയ്യും. അതുപോലെ പൂർണ്ണമായിട്ടും പൊളിച്ചു പണിയേണ്ട പാലങ്ങളാണെന്നുണ്ടെങ്കിൽ അത് ആ മാതൃകയിലേക്ക് പൊളിച്ചു പണിയും എന്നുള്ള തീരുമാനമാണ് അവർ എടുത്തിരിക്കുന്നത്. 8 അല്ല 10 പാലങ്ങളാണെങ്കിലും ഞങ്ങൾ ഉടനെ ഇമ്മീഡിയറ്റ് ആയിട്ട് യുദ്ധകാല അടിസ്ഥാനത്തിൽ ബിൽഡ് ചെയ്യും എന്നുള്ള വാശിയിലാണ് ഇറാൻ. അതേപോലെ തന്നെ ഖത്തർ 2 IRGC ഭീകരരെ പിടികൂടിയിട്ടുണ്ട് എന്നുള്ള വാർത്തയും കൂടി ഖത്തർ പറയുന്നുണ്ട്. ഖത്തറൊക്കെ IRGCയെ ഭീകരർ എന്ന് പറയുന്ന സാഹചര്യത്തിലേക്ക് ആയിരിക്കുകയാണ് കാര്യങ്ങൾ. ഈ ഖത്തറിന് ഈ പാകിസ്ഥാനിൽ വെച്ചിട്ട് ഈ മീഡിയേഷൻ നടക്കുന്നത് ഡൈജസ്റ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഇറാന്റെ ആക്രമണത്തിൽ ഖത്തറിന്റെ ഉള്ളിൽ ഡാമേജ് ആയ സ്ഥലങ്ങൾ, ആ മിസൈലുകൾ വന്ന് പതിച്ച സ്ഥലങ്ങൾ, ഇതിന്റെയൊക്കെ ഫുട്ടേജ്, പുതിയ ഫ്രഷ് ഫുട്ടേജ് പുറത്തിറക്കിയിരിക്കുകയാണ്. അത് കണ്ടിട്ട് ഇറാന്റെ IRGC പാവങ്ങളൊന്നുമല്ല, അവര് ഈ മാതൃകയിൽ, അതായത് ഒരു തരത്തിലും അഗ്രസീവായിട്ട് പെരുമാറാത്ത ഖത്തറിന്റെ ഉള്ളിൽ വരെ ഇവര് സിവിലിയൻസിനെ ടാർഗറ്റ് ചെയ്ത് അറ്റാക്ക് നടത്തിയ ആൾക്കാരാണ് എന്നുള്ള രീതിയിൽ ധരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ സാഹചര്യത്തിൽ ആ വീഡിയോകൾ പുറത്തിറക്കുന്നത്. പക്ഷേ ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്. ഖത്തറാണ് ഇതുവരെ ഗ്ലോബൽ മീഡിയേഷൻ ചെയ്തുകൊണ്ടിരുന്ന ഒരു മീഡിയേറ്റർ. അവിടെ നിന്നും മീഡിയേഷൻ പാകിസ്ഥാനിലേക്ക് പോയിട്ടുണ്ട്. അതിലേതെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള ഒരു വിഷമം ഖത്തറിനുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ജസ്റ്റ് ഡൗട്ട് മാത്രമാണ്, അല്ലാതെ ഇത് ഉറപ്പിക്കാൻ പറ്റത്തില്ല. പക്ഷെ അങ്ങനെ ഒരു ഡൗട്ട് തോന്നുന്ന രീതിയിലാണ് ഖത്തറിന്റെ ഈ ലാസ്റ്റ് 2-3 ഡേയ്സിലുള്ള പെരുമാറ്റം. ബോറിസ് ജോൺസൺ ഉക്രൈൻ്റെ ഉള്ളിൽ സെബ്രോഷീഷ്യ എന്ന് പറഞ്ഞ ആ ഒരു സ്ഥലം സന്ദർശിച്ചിട്ടുണ്ട്. അയാൾ സന്ദർശിക്കേണ്ട സ്ഥലം തന്നെയാണ്. കാരണം ഈ ബോറിസ് ജോൺസൺ ആണ് റഷ്യ ഉക്രൈൻ യുദ്ധം ഇത്രമാത്രം നീണ്ടു പോകാൻ കാരണകർത്താവായത്. കാരണം എന്താ വെച്ചാൽ യുദ്ധം തുടങ്ങിയ ഫസ്റ്റ് 2 മന്ത്സിനുള്ളിൽ തന്നെ ഒരു സീസ് ഫയർ ഡീല് ഇസ്താൻബുളിലേക്ക് വിളിച്ചു ചേർക്കുകയും അവിടെ സെലൻസ്കി ഒപ്പിടാൻ പോകാൻ വേണ്ടി ഇരുന്ന സാഹചര്യത്തിൽ സെലൻസ്കിയെ തടഞ്ഞ വ്യക്തിയാണ് ഈ ബോറിസ് ജോൺസൺ. അയാൾ തടഞ്ഞ യുദ്ധമാണ് ഇന്ന് 4.5 വർഷമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് സെബ്രോഷേഷ്യയിലല്ല, ശരി റഷ്യയുടെ ഫ്രണ്ട് ലൈനിന്റെ മുന്നിൽ എത്തിച്ച് ഉക്രൈന് വേണ്ടിയിട്ട് ഇയാളെ ഫൈറ്റ് ചെയ്യിപ്പിക്കണം, അതാണ് ചെയ്യേണ്ടത്. അതുപോലെ സ്പെയിനിനെതിരെയുള്ള സ്റ്റേറ്റ്മെന്റ് വളരെ വ്യക്തമായിട്ട് ഡൊണാൾഡ് ട്രംപ് ഇന്ന് വൈറ്റ് ഹൗസിൽ ഇരുന്ന് പറയുകയുണ്ടായി. സ്പെയിനിന്റെ എയർ സ്പേസ് അവരിപ്പോൾ ഉപയോഗിച്ചോ എന്ന് പറഞ്ഞിട്ടുണ്ട്.
അപ്പോൾ അതിന് ട്രംപ് പറഞ്ഞത് Everybody was enthusiastic about it, Germany, everybody, and Spain didn't do it. And now Spain actually said that we can't use their bases, and that's all right. We could use their base if we want. We could just fly in and use it. Nobody's going to tell us not to use it, but we don't have to. But they were unfriendly, and so I told him we don't want to. Spain has absolutely nothing that we need other than great people. They have great people, but they don't have great leadership. And as you know, they were the only country that in NATO would not agree to go up to 5%. I don't think they would have agreed to go up to anything. They wanted to keep it at 2%, and they don't pay the 2%. So we're going to cut off all trade with Spain. We don't want anything to do with Spain. വളരെ സ്പോർട്ടീവായിട്ട് തന്നെയാണ് ട്രംപ് സംസാരിച്ചത്. സ്പെയിൻ നാറ്റോയുടെ ഭാഗമാണ്, ഞങ്ങൾക്ക് അവരുടെ എയർ സ്പേസ് ഓഫർ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, ഞങ്ങൾക്ക് വേണമെങ്കിൽ ഞങ്ങൾ സ്പെയിൻ്റെ മേലിൽ കൂടെ ഞങ്ങൾ പറക്കും, അതിന് സ്പെയിനല്ല ആർക്കും തന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നാണ് പറഞ്ഞത്. ഇത് ഇൻഫാക്ട് സ്പെയിനിന്റെ പെഡ്രോ സാൻഡ്രസ് പുള്ളിക്കാരൻ വളരെ വ്യക്തമായിട്ട് അമേരിക്കയ്ക്ക് പെർമിഷൻ കൊടുക്കാം, ഞങ്ങൾക്ക് വിരോധമൊന്നും ഇല്ല എന്ന് പറഞ്ഞ സാഹചര്യത്തിലാണ് ട്രംപ് അതിന്റെ റെസ്പോൺസ് ആണ് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്. നിന്റെ പെർമിഷന്റെ ആവശ്യമൊന്നുമില്ല, എനിക്ക് വേണമെങ്കിൽ ഞാൻ അതിലൂടെ പറക്കാം, അതിനുള്ള അവകാശം എനിക്കുണ്ട് എന്നുള്ള തരത്തിലാണ് ട്രംപ് പറഞ്ഞു വെച്ചിരിക്കുന്നത്. ഇതൊക്കെ നാറ്റോയ്ക്ക് കൊടുക്കുന്ന ഫണ്ടിങ് ഉണ്ടല്ലോ, അതിന്റെ ധൈര്യത്തിലാണ് ട്രംപ് ഇതൊക്കെ പറയുന്നത്. അപ്പൊ പെഡ്രോ സാൻഡ്രസ് അമേരിക്കയുടെ ചൊൽപ്പടിക്ക് നിൽക്കേണ്ട ആവശ്യമൊന്നും ഞങ്ങൾക്കില്ല എന്ന് പറഞ്ഞിട്ട് സ്പെയിനിന്റെ ലീഡർ പെഡ്രോ സാൻഡ്രസ് ചൈന സന്ദർശനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് ഇപ്പം നിലവിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അമേരിക്കയെ ഒന്ന് പിൻ ചെയ്തുകൊണ്ടാണ് ഇപ്പം ചൈനയ്ക്ക് പോയിരിക്കുന്നത് പെഡ്രോ സാൻഡ്രസ്. ഡെഫിനറ്റ്ലി ഇതിനുള്ള മറുപടി വൈറ്റ് ഹൗസിൽ നിന്ന് വരും, ഉറപ്പാണ്. അപ്പോൾ എന്തായാലും നാറ്റോ രാജ്യങ്ങളായിക്കോട്ടെ, അതേപോലെ തന്നെ യൂറോപ്യൻ രാജ്യങ്ങളായിക്കോട്ടെ, ഇവർക്കെല്ലാം ട്രംപ് എന്തോ കരുതി വെച്ചിട്ടുണ്ട്, അത് മാത്രം ഉറപ്പാണ്. അത് വൈകാതെ തന്നെ ഇപ്പം ഇറാനുമായിട്ടുള്ള വിഷയത്തിൽ ഒരു തീരുമാനമായി കഴിഞ്ഞാൽ യൂറോപ്പിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാക്കി കൊടുക്കും ട്രംപ്, അത് മാത്രം മനസ്സിലാകുന്നുണ്ട്. നല്ല രീതിയിലുള്ള കട്ട കലിപ്പ് യൂറോപ്പിന്റെയും നാറ്റോ രാജ്യങ്ങളുടെയും മേളിലുണ്ട് ട്രംപിന്. പ്രത്യേകിച്ച് യുദ്ധകാലത്ത് വെർബലി പോലും ഒരു സോളിഡാരിറ്റി പ്രഖ്യാപിക്കാത്ത രാജ്യങ്ങളാണ് ഈ പറഞ്ഞ നാറ്റോ രാജ്യങ്ങളും അതേപോലെ യൂറോപ്യൻ രാജ്യങ്ങളും. അവരെ അങ്ങനെ തന്നെയാണ് അമേരിക്ക നോക്കി കാണുന്നത് ഇപ്പോൾ. അപ്പോൾ എന്തായാലും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വിഷയങ്ങളാണ് നമ്മൾ വീഡിയോയിൽ പങ്കുവച്ചത്. എന്തായാലും ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.